അതെ, ഇവിടെ മന്തി ഫാൻസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടോ കേട്ടോ ഗൈസ്. ഞാനാണെങ്കിൽ ഇന്ന് ഉറങ്ങി എണീറ്റപ്പം ഒരു റീല് കണ്ട് മന്തി. സോ ഇന്നത്തെ റെസിപ്പി മന്തി. സോ ആസ് യൂഷ്വൽ പെട്ടെന്ന് റെഡിയായി നേരെ അൽദിയിലേക്ക് വിട്ട്. കാരണം നമുക്ക് ചിക്കൻ മേടിക്കണം. എൻ്റെ കയ്യിൽ ചിക്കൻ ഇല്ലായിരുന്നു ഗൈസ്. സോ ചിക്കൻ മേടിക്കാൻ ചെന്ന് വേറെ 2-3 ഫ്രൂട്ട്സും കൂടെ എടുത്ത് ചിക്കൻ ലെഗ് പീസാണ് നമുക്ക് വേണ്ടത്. അത് നോക്കിയെടുത്തു. ദെൻ ക്യാപ്സിക്കം. എന്നിട്ട് പെട്ടെന്ന് ബിൽ ചെയ്ത് ഞാൻ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. സ്ക്രീൻഷോട്ട് എടുത്തോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ടൊമാറ്റോ പ്യൂറേ, ഗ്രീൻ ചില്ലി, സ്പൈസസ്, പിന്നെ ക്യാപ്സിക്കം, ഓയിൽ, ഇത് ഫുഡ് കളർ, അത് കുറച്ചിടണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ മാഗി ക്യൂബ് കുറച്ച് ഹാർഡായിരിക്കും, അതൊന്ന് മിക്സ് ചെയ്തിട്ട് അത് ഓയിലിൽ ഒന്നും കൂടെ ഒന്ന് ഇതാക്കിയിട്ട് സെറ്റായി വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഒരു 5-6-7 മിനിറ്റ്സ് നമുക്കൊന്ന് ബോയിൽ ചെയ്യാം. അപ്പോഴത്തേക്കും ഇത് നന്നായിട്ടൊന്ന് സെറ്റായി വരും. എന്നിട്ട് ഇതൊന്ന് മറിച്ചിടണം. ഇപ്പുറ സൈഡും കൂടെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. ആ സമയത്ത് നമുക്ക് അൽദിയിൽ നിന്ന് മേടിച്ച സ്ട്രോബെറീസ് കഴിക്കാം. ചുമ്മാ ഇരിക്കണല്ലേ. അപ്പം നമുക്കിത് കഴിച്ച് നോക്കാം. ഇതാണെങ്കിൽ ഭയങ്കര സ്വീറ്റായി. ഈ സ്ട്രോബെറി നല്ല സ്വീറ്റാണ്. ആ ടൈം കൊണ്ട് നമ്മുടെ ചിക്കൻ റെഡിയാവും. ഇതിൽ നിന്നൊരു ജ്യൂസ് ഇറങ്ങും. അത് നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് ബാക്കിയുള്ള സ്റ്റോക്കിൽ നമ്മൾ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്ത് നല്ല ഡ്രൈ ആക്കി എടുക്കണം. ആ ടൈം കൊണ്ട് റൈസ് ബോയിലാക്കാൻ വെക്കുക. ദെൻ ചിക്കനിൽ കുറച്ച് ഗരം മസാലയും പെപ്പറും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നമ്മളെന്താ ആസ് യൂഷ്വൽ ലെയർ ചെയ്യുക. ചിക്കനും അതൊക്കെ വെച്ചാൽ ഫ്രൈ ചെയ്ത് ചിക്കനും മുകളിൽ ടോപ്പ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് നമ്മൾ മൂടി വെക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ മന്തി റെഡിയാവും. സോ ഇത് കാണാൻ അടിപൊളിയല്ലേ, കഴിക്കാനും അതേപോലെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സോ ദിസ് ഇസ് ഫോർ യു ഗൈസ്. എൻജോയ്. ബൈ.